ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തെല്ലാം? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്രൈഡേ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ക്ലീനിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ കഴുകിയ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വയ്ക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്തു വയ്ക്കുവാണേ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചമ്മന്തി ആയിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ മാവൊക്കെ ഒന്ന് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇഡ്ഡലിക്ക് ആവശ്യമുള്ള മാവ് എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചുവാണേ. അപ്പോൾ ഇഡ്ഡലിക്കുള്ള തട്ടിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഓരോ തട്ടായിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ആവി കയറാനായിട്ട് വെച്ച് കൊടുത്തു. ഇനി ചമ്മന്തിയാണ്, വെള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലോട്ട് തേങ്ങയും മുളകും ശകലം ഇഞ്ചിയും ചെറിയുള്ളിയും മല്ലിയിലയും ചേർത്ത് ഉപ്പും ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി ഒന്ന് താളിച്ചെടുക്കുവാണ്. പാനിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് കറിവേപ്പില വറ്റൽമുളകിട്ട് ഒന്ന് പൊട്ടിച്ച് ചമ്മന്തിയും അരച്ച് വെച്ച ചമ്മന്തി അതിലോട്ടൊഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുവാണേ. അങ്ങനെ ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഇഡ്ഡലി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അതൊരു ഹോട്ട് ബോക്സിലോട്ട് ഓരോന്നായിട്ട് മാറ്റുവാണേ. അങ്ങനെ അതും ഓരോന്നായിട്ട് മാറ്റിയ ശേഷം പിള്ളേർക്ക് സ്കൂളിലുള്ള ടിഫിൻ ബോക്സിലോട്ട് ഇഡ്ഡലിയും ചമ്മന്തി എടുക്കുവാണേ. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് കൊടുത്തിട്ടിട്ടുണ്ടായിരുന്ന ലഞ്ചിന്. ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം ഇഡ്ഡലി സാമ്പാറോ ഇഡ്ഡലി ചമ്മന്തിയോ അങ്ങനെയാണ് കൊടുത്തു വിടാറ്. അപ്പോൾ ഇന്ന് ലഞ്ചിന് ഇഡ്ഡലിയാണ്, അതും ബോക്സിലാക്കി കൊടുത്തു. അങ്ങനെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞു. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞായിരുന്നു. അപ്പോൾ കുറച്ച് രാവിലത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി കിച്ചണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. ഒരു നന്നായിട്ടൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. കാര്യം ഇനി ലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡീപ്പ് ക്ലീനാണ്. അപ്പോൾ മാസത്തിൽ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാറുണ്ട്. ബെഡ്ഷീറ്റൊക്കെ ആഴ്ചയിൽ 1 വീക്ക് കൂടുമ്പോൾ മാറ്റാറുണ്ട്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തു. കഴുകിയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചു, തലയണോറയൊക്കെ ഇട്ടു. അങ്ങനെ തലയണോറയൊക്കെ ഇട്ട് റൂമിലെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു. പിന്നെ വെള്ളം ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് ജനലിൻ്റെ കമ്മിയും ജനലും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുവാണേ. അങ്ങനെ ജനലും കാര്യങ്ങളൊക്കെ തുടച്ചെടുത്തു. ഇനി അലമാരേൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുവാണേ. അങ്ങനെ അലമാരയുടെ ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ റൂമിൻ്റെ വാതിലൊക്കെ ഒന്ന് തുടച്ചെടുക്കുവാണ്. 2 ആഴ്ച കൂടുതൽ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് വലിയ പൊടിയും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് തുടച്ചെടുക്കാം. അത് കഴിഞ്ഞൊന്ന് റൂമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ട്. അങ്ങനെ റൂമൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ചു വാരിയ ശേഷം തുടച്ചെടുക്കുവാണേ. അങ്ങനെ റൂമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മോപ്പ് വെച്ച് തുടച്ചെടുക്കുവാണേ. അങ്ങനെ റൂമും തുടച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ പിള്ളേരുടെ റൂമിലോട്ട് വന്നു. പിള്ളേരുടെ റൂമിലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ബ്ലാങ്കറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ മിററിൻ്റെ സൈഡിലായിട്ടൊരു ആർട്ടിഫിഷ്യൽ ലീഫ് വെച്ചിട്ടുണ്ട്. അതും ഒന്ന് നന്നായിട്ട് തുടച്ച് അതൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് റൂമൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ലിവിങ്ങിലോട്ട് വന്നു. ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അടുത്ത ലിവിങ്ങിലോട്ട് വന്നു. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് കുറച്ചുണ്ടായിരുന്നു, അതിനെയൊക്കെ ഒന്ന് വെയിലത്തോട്ട് വെച്ച് അതിനാവശ്യമായ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ ഇതിനെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് എടുത്ത് വെച്ച് വെയിലൊക്കെ കൊള്ളിക്കാറുണ്ട്.
അത് കഴിഞ്ഞ് ലിവിങ്ങിൻ്റെ അവിടെ ഒരു ജനലുണ്ട്, വിൻഡോ ഉണ്ട്. വിൻഡോന് അവിടെ ഗ്ലാസ്സാണ്. അപ്പോൾ ഗ്ലാസ് ക്ലീനർ കൊണ്ട് ആ ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ടി വി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് വെള്ളം കൊണ്ട് തുടച്ചെടുത്തിട്ടുണ്ടേ. അങ്ങനെ വാഷ് ബേസും ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ലിക്വിഡ് ഉപയോഗിച്ച് അതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തു. ഇനി ലിവിങ് ഒന്ന് അടിച്ചു വാരുവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. 2 റൂമും ക്ലീൻ ചെയ്ത് വന്ന ശേഷമാണ് ഹാളിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഹാളൊക്കെ ഒന്ന് അടിച്ചു വാരിയ ശേഷം നന്നായിട്ടൊന്ന് മോപ്പ് വെച്ച് തുടച്ചെടുക്കുവാണേ. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ പുറത്തോട്ട് എടുത്ത് വെച്ച പ്ലാന്റ്സൊക്കെ അതാത് സ്ഥാനത്തോട്ട് വയ്ക്കുവാണേ. അപ്പോൾ എൻ്റെ ലിവിങ്ങും ഡൈനിങ്ങും ക്ലീൻ ആയിട്ടുണ്ട്. അതൊക്കെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ഞാൻ ലഞ്ചിലോട്ട് ഉള്ള മീനൊക്കെ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ എനിക്കിന്ന് നവരയാണ് കിട്ടിയിട്ടുള്ളത്. പല ജില്ലയിൽ പല പേരിൽ അറിയപ്പെടുന്നൊരു മീനാണ്. ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ഇതിനെ നവര എന്നാണ് പറയുന്നത്. വടക്കോട്ടൊക്കെ ഇതിനെ കുയ്യാപ്പള മീനെന്നും കിളിമീനെന്നൊക്കെ പേരുണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. മീനിൻ്റെ തലയോട് കൂടി തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ ഫ്രൈ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ മീനൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും എരിവിനാവശ്യമുള്ള മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഓരോ മീനായിട്ട് അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈക്കുള്ള മീനൊക്കെ ഞാൻ അരപ്പ് പുരട്ടിയെടുത്തിട്ടുണ്ട്. അതിനെ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ മീൻ കറിക്ക് എപ്പോഴും മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു. അരപ്പിനാവശ്യമായ തേങ്ങയും ചെറിയ ഉള്ളിയും ഈ ചൂടാക്കിയെടുത്ത അരപ്പ് അതിലോട്ട് തട്ടി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുവാണേ. അപ്പോൾ അരപ്പൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ചട്ടിയിലോട്ട് മാറ്റി ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തു. അതിലോട്ട് മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ അരപ്പൊന്ന് നന്നായിട്ട് തിളച്ച് വന്ന ശേഷമാണ് ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് വേകുന്ന മീനായതുകൊണ്ട് അരപ്പൊന്ന് തിളച്ച ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്നിട്ട് അരപ്പ് ഒന്നുകൂടെ തിളച്ച ശേഷം തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുവാണേ. മുരിങ്ങയ്ക്ക ട്രിവാൻഡ്രത്ത് ചേർക്കാറുണ്ട്. അപ്പോൾ ഇന്ന് മുരിങ്ങയ്ക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ തക്കാളി മാത്രം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ഫ്രൈ ചെയ്തെടുക്കുവാണ് മീനൊക്കെ. അങ്ങനെ ഫ്രൈയും കഴിഞ്ഞു. കുറച്ച് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുവാണേ. അപ്പോൾ ഇന്ന് തോരത്തിനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. മീൻകറിയും ചോറും പൊരിച്ച മീനും മാത്രമേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.